നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയുടെ പേര് സുബ്രഹ്മണ്യം അയ്യപ്പൻ എന്നുള്ളതാണ്. അദ്ദേഹം കരിയർ ആരംഭിക്കുന്ന ഒരു ബിടെക് മെക്കാനിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ്. പിന്നീട് അദ്ദേഹം MBA പഠിക്കുകയുണ്ടായി. എന്നിട്ട് ഈ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഒക്കെ ആയിട്ട് അല്ലെ പ്രോസസ് അസോസിയേറ്റ് ഒക്കെ ആയിട്ട് ചില മൾട്ടിനാഷണൽ കമ്പനികളിൽ കുറേ നാൾ വർക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ കരിയറിൽ അദ്ദേഹം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചില പ്രോജക്റ്റ് ഷട്ട് ഡൗണിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയുണ്ടായി. അപ്പോൾ 15 വർഷത്തെ ആ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം കരിയറിൽ വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുവാനായിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അപ്സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിനായിട്ട് അദ്ദേഹം ഡേറ്റ സയൻസ് പഠിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ആ മനുഷ്യന് DXC ടെക്നോളജി എന്ന പ്രമുഖ കമ്പനിയിൽ അസോസിയേറ്റ് മാനേജർ, ഈ ഡേറ്റ അനലിറ്റിക്സ് മേഖലയിൽ അസോസിയേറ്റ് മാനേജറായിട്ട് മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഈ മനുഷ്യൻ്റെ കഥ നിങ്ങളോട് പറഞ്ഞത്? 2-3 കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, മാറുന്ന കാലത്തിനൊപ്പം അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കരിയറിൽ ഉയരങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പഴയ ചില സ്കില്ലുകൾ അല്ലെ പഴയ നോളജുകൾ എപ്പോഴും ഉപകാരപ്രദമായി എന്ന് വരത്തില്ല. അപ്പോൾ കാലത്തിനൊത്ത പുതിയ സ്കില്ലുകൾ, അത് അപ്സ്കില്ലിങ്ങും റീസ്കില്ലിങ്ങും വളരെ പ്രധാനപ്പെട്ട. രണ്ടാമത്തെ കാര്യം, ഈ അപ്സ്കില്ലിങ്ങിനും റീസ്കില്ലിങ്ങിനും ഒന്നും പ്രായം ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യം അറിയുക. മൂന്നാമത് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ഈ മനുഷ്യൻ പഠിക്കാനായിട്ട് ശ്രമിച്ചത് ഡേറ്റ സയൻസ് അല്ലെ ഡേറ്റ അനലിറ്റിക്സ് ഒക്കെയാണ്. ഈ നോൺ IT മേഖലയിൽ നിന്നുള്ളവർക്ക് IT-യിലെ അവസരങ്ങളിലേക്കൊക്കെ എത്തണമെങ്കിൽ നല്ലൊരു അവസരമാണ് ഈ ഡേറ്റ സയൻസ് അല്ലെ ഡേറ്റ അനലിറ്റിക്സ് എന്നത്. ഒരുപക്ഷെ ഈ നോൺ IT-കാർക്ക് പ്രോഗ്രാമിംഗ് പോലുള്ള മേഖലകളിൽ അത്ര തിളങ്ങാൻ പറ്റി എന്ന് വരത്തില്ല. കാരണം ഈ ബിടെക് കമ്പ്യൂട്ടർ സയൻസുകാരോ BCA-കാരോ MCA-കാരോ ഇവരൊക്കെ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ തിയറി സൈഡും ഒക്കെ നന്നായി പഠിച്ചിട്ടായിരിക്കും എത്തുക. മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പം നോൺ IT-കാർക്ക് മറ്റു പല മേഖലയിൽ നിന്നുള്ളവർക്കും IT-യിലെ അവസരങ്ങളിലേക്ക് എത്തുവാൻ നല്ലൊരു മേഖലയാണ് ഈ ഡേറ്റ സയൻസ് എന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഈ ഡേറ്റ സയൻസിനെ കുറിച്ചാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഡേറ്റ സയൻസ് ആർക്ക് പഠിക്കാം, എവിടെ പഠിക്കാം, എങ്ങനെ പഠിക്കാം, എന്താണ് ഡേറ്റ സയൻസിൻ്റെ അവസരങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ സുബ്രഹ്മണ്യത്തിൻ്റെ ഒക്കെ ഒരു പ്രൊഫൈല് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റോറി ടെസ്റ്റിമോണിലൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. അപ്പോൾ അദ്ദേഹം പഠിച്ച ഒരു പ്ലാറ്റ്ഫോം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓഡിൻ സ്കൂൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമുക്ക് ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകതയൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഈ ഓഡിൻ സ്കൂളിൽ നിങ്ങൾ ഓൺലൈനായിട്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു ഡേറ്റ സയൻസ് കോഴ്സ് ഡെലിവറി ചെയ്യുക. പക്ഷേ അതൊരു റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ലൈവ് ഇൻസ്ട്രക്ടർ ലെഡ് കോഴ്സുകളാണ്. ഇൻസ്ട്രക്ടർ നേരിട്ട് വന്നിട്ട് ലൈവായിട്ട് ഓൺലൈനിലൂടെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതിലൊക്കെ ഉപരി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൽ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്നുള്ളത്, അതായത് വിവിധ പ്രോജക്റ്റുകൾ, അത് പല ചലഞ്ച് ലെവലുള്ള പ്രോജക്റ്റുകൾ തന്ന് അങ്ങനെ പഠിക്കുന്ന ഒരു രീതി ഇവിടെ ലഭ്യമാണ്. മോക്ക് ഇൻ്റർവ്യൂസ് പോലെയുള്ള കരിയർ സർവീസുകൾ, അതേപോലെ ജോബിലേക്കൊക്കെ എത്താനായിട്ട് ഡെഡിക്കേറ്റഡ് ജോബ് ആപ്ലിക്കേഷൻ പോർട്ടലിലുമൊക്കെ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഓഡിൻ സ്കൂൾ എന്നുള്ളത്. ഇവരുടെ ഒരു എന്താ പറയുക, കസ്റ്റമർ റേറ്റിംഗ് അല്ലെ ഗൂഗിൾ റേറ്റിംഗ് കാണാൻ സാധിക്കും. 4.6 ആണ്, 1419 റിവ്യൂകളിൽ. അപ്പോൾ നല്ല റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. 6 months കൊണ്ട് നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യാം എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ അടുത്ത ബാച്ച് 27-ാം തീയതി ജൂലൈയിൽ ആരംഭിക്കുന്നൊക്കെ നൽകിയിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു കോഴ്സിൻ്റെ ഹൈലൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ 115+ ലൈവ് സെഷനുകൾ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടാതെ 530+ സെൽഫ് പേസ്ഡ് ലേണിംഗ്, ബാക്കി സെൽഫ് പേസ്ഡ് ആയിട്ട് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസിലൂടെയും പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അസൈൻമെൻറ്റ് ആൻഡ് പ്രോജക്റ്റുകൾ ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. ആപ്റ്റ്യൂഡ് ടെസ്റ്റ് പോലെയുള്ളവയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള അവസരങ്ങളുണ്ട്. ലൈവായിട്ട് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ, ലാബ്സ് പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ലഭ്യമാണ്. ജോബ് പോർട്ടൽ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. 100+ ജോബ്സ് ഈ മേഖലയിലെ തന്നെ അറ്റ് എ ടൈം ലഭ്യമായിരിക്കുന്ന ജോബ് പോർട്ടലൊക്കെ ഉണ്ട്. ഇനി ഫീ ഒക്കെ പേ ചെയ്യാനായിട്ട് EMI ഓപ്ഷൻസും ഒക്കെ ലഭ്യമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഇവരുടെ പ്ലാറ്റ്ഫോം വഴി ഹയർ ചെയ്യുന്ന കമ്പനികളുടെയൊക്കെ കുറേ ലോഗോസാണ്. ഞാൻ ഈ നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ സജസ്റ്റ് ചെയ്യാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പാൻ ഇന്ത്യ ബേസ് ആയിട്ടുള്ള നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ വലിയ കമ്പനികളിലെ അവസരങ്ങളിലേക്ക് എത്താം. ഇപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ പഠിക്കാം, പക്ഷേ
ഇത്രയും വലിയ കമ്പനികളിലെ അവസരങ്ങളിലേക്കൊക്കെ എത്തണം എന്ന് നിർബന്ധമില്ല. അപ്പം വലിയ കമ്പനികളിലെ അവസരം, അതും മികച്ച പേ പാക്കേജ് ഉള്ള അവസരങ്ങളിലേക്കൊക്കെ എത്തുവാൻ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഹെൽപ്ഫുള്ളാണ്. മറ്റൊരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഇനി ഈ ഡാറ്റാ സയൻസ് കോഴ്സിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവർ ഈ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ഈ ഒരു കോഴ്സ് വഴി ജോലി കിട്ടിയ ചിലരെയൊക്കെ ഒരു പ്രൊഫൈലൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. 100+ ജോബ്സ് ഇവരുടെ ഈ ഒരു പോർട്ടലിൽ ലഭ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് എത്തുവാൻ എന്തൊക്കെ സ്കില്ല് വേണം, അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ജോബ് റോളുകൾ, ഇങ്ങനത്തെയുള്ള പഠനങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു ഡാറ്റ എഞ്ചിനീയറോ ജൂനിയർ എഞ്ചിനീയർ ML, അതേപോലെ MIS അനലിസ്റ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ജോലികളിലേക്കൊക്കെ എത്തുവാനായിട്ട് സാധിക്കും. ഇവരുടെ കരിയർ സർവീസുകൾ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ആപ്റ്റ്യൂഡ് ട്രെയിനിങ് പോലെയുള്ളത് തരും, മോക്ക് ഇൻ്റർവ്യൂ ട്രെയിനിങ്ങൾ തരും, പ്ലേസ്മെൻറ്റ് പോർട്ടലുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരുടെ സപ്പോർട്ട് ലഭ്യമാണ്. നമുക്ക് ഈ കോഴ്സിൻ്റെ ഒരു സിലബസ് ഒന്ന് പരിശോധിക്കുക. എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഇവരുടെ സിലബസ് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസാണ്. എവറി മന്ത് ഇവർ അപ്ഡേറ്റ് ചെയ്യും എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം SQL ബേസിക്സ് ആണ്. SQL എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാ ബേസ് ആണ്. അപ്പോൾ ഡാറ്റാ ബേസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് എക്സൽ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അതിൻ്റെ അഡ്വാൻസ് ലെവൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. എക്സൽ ഈ വിഷ്വലൈസേഷനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഡാറ്റ അനലിറ്റിക്സും ഡാറ്റാ സയൻസുകാർക്കൊക്കെ എക്സൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ഒക്കെ അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറേ കാര്യങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ ഇവിടെ സൂചിപ്പിക്കുന്ന ഇൻ്റഗ്രേറ്റീവ് അനാലിസിസ് യൂസിങ് SQL, എക്സൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതൊക്കെ പഠിച്ചിട്ട് ഇൻ്റഗ്രേറ്റീവ് അനാലിസിസ് ഒക്കെ നടത്തുവാൻ ഹെൽപ്ഫുൾ ആകും. കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പവർ BIയുടെ ഫണ്ടമെന്റൽസ് പഠിക്കും. പവർ BI എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇൻ്റലിജൻസ്. പവർ BI എന്ന് പറഞ്ഞാൽ ഈ വിഷ്വലൈസേഷൻ, അതായത് നമുക്കിപ്പോൾ കുറേ ഡേറ്റയുണ്ട്. ആ ഡേറ്റ നമുക്കിപ്പോൾ എക്സലിലൊക്കെ കൊടുത്താൽ അത് ബാർ ഡയഗ്രാം അല്ലെ ചാർട്ടും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും എന്നൊക്കെ പറയുന്ന പോലെ വിഷ്വലൈസേഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് പവർ BI. അപ്പോൾ അതിൻ്റെ ഫണ്ടമെന്റൽസ് പഠിക്കും. പവർ BIയുടെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് AI ബിൽഡർ, ഡാറ്റ ഫോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. മൈക്രോസോഫ്റ്റ് ഡാറ്റാവേഴ്സ്, മൈക്രോസോഫ്റ്റ് ഫാബ്രിക് പോലുള്ള കാര്യങ്ങൾ. ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് ഞാൻ ഓൾറെഡി സൂചിച്ചു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. പൈതൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒരു ബേസിക് ആയിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ആയിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അത് ഇവിടെ പഠിക്കാനായിട്ട് പറ്റും. മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ജനറേറ്റീവ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജനറേറ്റീവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ ബോണസായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കും. ചാറ്റ് GPT അല്ലെ, അതിൻ്റെ GPT ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ബോണസായിട്ട് പഠിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ കരിയർ ആക്സിലറേഷൻ, ജോലിയിലേക്കൊക്കെ എത്തുവാൻ വേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോൺഫിഡൻസ് ഡബ്ലർ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത്രയും ടൂളുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. എക്സൽ അല്ലെ, പൈതൺ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. ഓൾറെഡി ഇതൊരു പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ഇവിടെ സാധ്യമാകുമെന്ന് സൂചിപ്പിച്ചു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ. എൻഗേജ് ഇൻ 10+ ഡാറ്റാ സയൻസ് പ്രോജക്ട്സ് ആൻഡ് വർക്ക് വിത്ത് ഇൻസ്ട്രക്ടേഴ്സ് ടു മാസ്റ്റർ ദ ആർട്ട് ഓഫ് പ്രൊജക്ട് പ്രസൻറ്റേഷൻ. ഇതാ ഇവിടെ കാണാൻ സാധിക്കും. ഹെൽപ്സ് ബാങ്ക്സ് ഫൈൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ടു ഗീവ് ഔട്ട് ക്രെഡിറ്റ് കാർഡ്സ് ടു ബൈ ബിൽഡിംഗ് ആൻഡ് ML മോഡൽ. അപ്പം അങ്ങനത്തെയുള്ള പ്രോജക്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ലെവൽ ഓഫ് സ്കില്ലും നോളജും ഒക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള പ്രോജക്റ്റുകളിൽ ഇൻവോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയായിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു കമ്പാരിസൺ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓഡിയൻ സ്കൂളും നിങ്ങൾ ഒരു സാധാരണ ഒരിടത്ത് പോയി പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ലൈവായിട്ട് ഇവിടെ പഠിക്കാം എന്നുള്ളതാണ്. കോഴ്സ് ഫീ വാല്യൂ ഓഫ് മണിയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കരിക്കുലം എവറി മന്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ഉണ്ട്, മോക്ക് ഇൻ്റർവ്യൂ ട്രെയിനിങ് ഉണ്ട്, മറ്റ് കരിയർ സപ്പോർട്ടുകളൊക്കെ ലഭ്യമാണ്. ഓൺ ബിഹാഫ് ഓഫ് യു ഇവർ സാലറി നെഗോസിയേഷൻ വരെ ഹയർ സാലറിക്ക് വേണ്ടി നടത്തും എന്നൊക്കെയാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സ്റ്റുഡൻസ് റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. 4.6 ഒക്കെ ഗൂഗിൾ റിവ്യൂസിലൊക്കെ ലഭ്യമായിട്ടുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമാണിത്. ഇതിൻ്റെ ഫീസും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്കമിങ് ബാച്ച് 27-ാം തീയതി ജൂണിനുണ്ട്, അല്ലെ 31 ഓഗസ്റ്റിലൊക്കെ പുതിയ ബാച്ചുകളുണ്ട്. രണ്ട് പേയ്മെൻറ്റിന് 2 ഓപ്ഷൻസ് ആണ്. ഒന്നിൽ നിങ്ങൾക്ക് 75,000 രൂപ പ്ലസ് GST ആണ് കോഴ്സ് ഫീ. അത് ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ EMI ആയിട്ട് 3, 6, 9, 12 മന്ത്സിൻ്റെ ഒക്കെ EMI ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പേ ചെയ്യാം. അതല്ലെങ്കിൽ 1 ടൈം ഒക്കെ ആയിട്ട് വേണമെങ്കിലും പേ ചെയ്യാം. ഇനി ഏർലി ബേർഡ് ഓഫർ ഉണ്ട്, ഒരു 10,000 രൂപ കുറച്ച് കിട്ടും. അപ്പം അത് 100 പേരിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 65,000 രൂപയ്ക്ക് പഠിക്കുവാനായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപയൊക്കെ കൊടുത്ത് റിസർവ് ചെയ്യാം അടുത്ത ബാച്ചിലേക്ക്. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് 75,000 രൂപ അറ്റ് എ ടൈം അല്ലെങ്കിൽ ആദ്യം തന്നെ പേ ചെയ്യാനായിട്ട് ഒരു വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 40,000
അതിൻ്റെ ഒരു ഓപ്ഷൻ എടുക്കാം. ഈ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത അപ്ഫ്രണ്ട് ആയിട്ട് നിങ്ങൾ 40,000 പേ ചെയ്താൽ മതി പ്ലസ് GST. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ മാത്രം നിങ്ങൾ ബാക്കി പേ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അപ്പം 10% ഓഫ് യുവർ ആനുവൽ CTC അപ്പോൺ പ്ലേസ്മെൻറ്റ് കിട്ടിയതിന് ശേഷം 10% CTC ആയിട്ട് നിങ്ങൾ പേ ചെയ്താൽ മതിയാകും, സാലറിയുടെ പേ ചെയ്താൽ മതിയാകും എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവർ രണ്ടാമത് നൽകിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഫ്രണ്ട് ആയിട്ട് 75,000 അപ്ഫ്രണ്ട് എന്നല്ല, EMI ഒക്കെ ആയിട്ടാണെങ്കിൽ പോലും അത് പേ ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ജോലി കിട്ടിയിട്ട് ആ ശമ്പളത്തിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും ആ പേയ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയാണ്. ഇനി ഇവരുടെ അലൂമിനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. അവരുടെ മെൻറ്റേഴ്സ് ആൻഡ് സ്പീക്കേഴ്സ്, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു വലിയ ഗുണം, ഇങ്ങനെയുള്ള പാൻ ഇന്ത്യ പ്ലാറ്റ്ഫോമുകളിൽ പോയാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ചവരെ ഈ മേഖലയിൽ നിന്നുള്ളവരെന്ന് പഠിക്കാനായിട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടോപ്പ് കമ്പനികൾ SAP, Capgemini, IBM, Amazon ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ കുറേ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ ടോക്സും ഒക്കെ നൽകുക. അപ്പോൾ അവരിൽ നിന്നൊക്കെ പഠിക്കുവാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വലിയ ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. അതായത് ഇവരുടെ സൈറ്റ് സർട്ടിഫിക്കറ്റ്, കോഴ്സ് വിജയകരമായി പൂർത്തിയായി ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് FAQs ഉണ്ട്, അതിൽ പോയി വായിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോം ഇവർ നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ നെയിമും ഇമെയിൽ IDയും മൊബൈൽ നമ്പരും ഒക്കെ കൊടുത്തിട്ട് റിക്വസ്റ്റ് കോൾ ബാക്ക് അടിച്ചാൽ ഇവരുടെ ടീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് കഴിയും. ഇതിൻ്റെയൊക്കെ ലിങ്ക്, ഈ ഒരു പേജിൻ്റെ ഒക്കെ ലിങ്ക്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച സുബ്രഹ്മണ്യത്തിൻ്റെ ഒക്കെ ടെസ്റ്റിമോണിയൽ ഉൾപ്പെടെയുള്ള ലിങ്കുകളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡാറ്റ സയൻസോ ഡാറ്റ അനലിറ്റിക്സോ ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് സഹായകരമായ ഒരു പ്ലാറ്റ്ഫോം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ പോയി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.